ചെലവുകൾ വല്ലാതെ കൂടുകയും എന്നാൽ വരുമാനം കൂടുന്നുമില്ല. നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരണമെങ്കിൽ തന്നെ പലപ്പോഴും കടമെടുത്തും ക്രെഡിറ്റ് കാർഡും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പലരും പോയിട്ട് വരുന്നത് തന്നെ. ഇനി ഇത്രയും നാൾ ഗൾഫിൽ പോയിട്ടൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നിങ്ങൾക്കും ഉണ്ടാവും. 2 ലക്ഷം രൂപയാണ് മാസ വരുമാനം. പക്ഷെ ഒരാൾ താമസിക്കുന്ന UAE-ലും മറ്റൊരാൾ ഇന്ത്യയിലുമാണ്. എങ്ങനെയായിരിക്കും നമ്മുടെ സേവിംഗ് എന്നും എത്ര രൂപയായിരിക്കും നമ്മുടെ എക്സ്പെൻസ് എന്നും ഏകദേശം നോക്കാം. UAE പോലുള്ള രാജ്യത്ത് ഫാമിലിയായിട്ട് താമസിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കടമ്പ തന്നെയാണ്. ഒരു ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഒക്കെ വേണമെങ്കിൽ തന്നെയും ഒരു 4500 dirhams എങ്കിലും നമുക്ക് റെന്റിനായി കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2000 to 3000 dirhams സ്കൂൾ ഫീസായി കൊടുക്കേണ്ടി വരും. ഗ്രോസറീസ് ഏറ്റവും കുറഞ്ഞത് 1000 dirhams to 1500 dirhams വരെയാകും. യൂട്ടിലിറ്റീസ് ഏകദേശം 800 dirhams വരെ പോകാം. അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഏറ്റവും കുറഞ്ഞത് 350 dirhams to 450 dirhams വരെയാകാം. ഫ്യൂവൽ കാർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് 800 dirhams വരെ പോകാം. അതേപോലെ തന്നെ കാർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സീറോ കോസ്റ്റ്. അതായത് ടോട്ടൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ജീവിച്ചാൽ 8650 dirhams ഒരു ചെലവ് വരും ഒരു സാധാരണക്കാരന്. കുറച്ചുകൂടി ആവശ്യമായിട്ട് ജീവിക്കാൻ പോയാൽ ഏകദേശം 11,050 ചെലവ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ വരുമാനം 2 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ ആവശ്യമായിട്ട് ജീവിക്കാൻ പോയ എല്ലാ മാസവും നിങ്ങൾ കടം വാങ്ങിച്ച് ജീവിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പിടിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാകുക 120 dirhams മാത്രമാണ്. അതായത് നാട്ടിലെ 2935 രൂപ. ഇനിയിപ്പോൾ നാട്ടിലാണെങ്കിലോ കുട്ടികളുടെ ഫീസ് ഒക്കെ ഏകദേശം ഏറ്റവും നല്ല സ്കൂളിൽ വിട്ടാൽ പോലും 50,000 rupees ആവുന്നുള്ളൂ. ഗ്രോസറീസ് 22,000 rupees. മറ്റ് പ്രോപ്പർട്ടി മെയിൻ്റെനൻസുകളൊക്കെ തന്നെ 4,000 rupees, ഡൈനിങ് ഔട്ട് 12,000 rupees, ഇൻഷുറൻസ് 5,000, മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് 10,000 rupees മാറ്റി വെച്ചാലും ഒരു മാസം 80,000 രൂപയിൽ കൂടുതൽ മാസം ചെലവ് വരുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള ആൾക്ക് ഏകദേശം 1,20,000 രൂപ മാസം സേവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞത് ഒരു ചെറിയ കമ്പാരിസൺ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ പലരും വിചാരിക്കുന്നത് ഫാമിലി ആയിട്ട് ഗൾഫിൽ താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്നൊക്കെയാണ്. പക്ഷെ സത്യം ഇതാണ്, ഒരുപാട് ചെലവ്, വരവിൽ കൂടുതൽ ചെലവാണ് പല പ്രവാസികളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പല മേഖലയിലും ഓരോ മാസവും പുതിയതായിട്ട് ചാർജുകൾ കൂട്ടി വരികയാണ്. യൂട്ടിലിറ്റി ബില്ല് ആയിക്കോട്ടെ, ജീവിതശൈലി ആയിക്കോട്ടെ, ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ. ചെലവുകൾ വല്ലാതെ കൂടുകയും എന്നാൽ വരുമാനം കൂടുന്നുമില്ല. നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരണമെങ്കിൽ തന്നെ പലപ്പോഴും കടമെടുത്തും ക്രെഡിറ്റ് കാർഡും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പലരും പോയിട്ട് വരുന്നത് തന്നെ. അതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളുടെ കാശ് ഒരുപാടുണ്ടെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു കാണും. ഇനി ഇത്രയും നാൾ ഗൾഫിൽ പോയിട്ടൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നിങ്ങൾക്കും ഉണ്ടാവും. അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അവരും അറിയട്ടെ ചെലവ് എത്രയാണ്.